എന്താണ് ഓർഗാസം? 100 സ്ത്രീകളെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 100 ഡിഫറെൻ്റ് ആണ്. എൻ്റെ പാർട്ട്ണറോട് ഞാനാണ് പറയേണ്ടത് എനിക്ക് ഇന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് താല്പര്യം എന്ന് ഞാൻ പറയുന്നിടത്താണ് ഒരുവിധം സ്ത്രീകൾക്ക് ഇപ്പോഴും ഓർഗാസം എന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. ഓർഗാസം വേണം ഒരു സ്ത്രീക്ക്. ഓർഗാസം ഇല്ലാത്തൊരു സ്ത്രീ എന്ന് പറയുന്നത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ഒരു സെക്സ് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് പോയി എന്നുള്ളൊരു തോട്ടല്ലേ ഒരു സ്ത്രീക്ക് വരുന്നത്. പെൺകുട്ടികൾക്ക് PCOD PCOS തടി കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിലീസ് ചെയ്ത് പോകുന്നില്ല, സെക്സ് ചെയ്യുന്നുണ്ട്, ഇതുമായി യൂസ്ഡ് ആവും. സ്ത്രീ മൾട്ടിപ്പിൾ ഓർഗാസം ആണ്, പുരുഷനെ പോലെയല്ല. വൺസ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ മാറിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാണണം, വൈഫിനെ വേറൊരാള് ബന്ധപ്പെടുന്നത് കാണാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്. നമ്മൾ കാണാത്ത ലോകങ്ങൾ, നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിന്റെ കേസുകൾ 5 6 ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കപ്പലിനെ എടുക്കുമ്പോൾ ഒരാളെ 2 പേരും ഇൻഡിവിജ്വലായിട്ട് ഇരുത്തി ഒറ്റയ്ക്ക് മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു മനുഷ്യനിൽ അഡിക്റ്റ് ആവുക. പിന്നെ അവരും കൂടെ തീരുമാനിക്കണം. ഈ ത്രീസം ചെയ്യുന്ന സ്വാപ്പ് ചെയ്യുന്ന കപ്പിൾസിനെ ഒക്കെ പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വർഷത്തിൽ ഒരിക്കലും കൊച്ചിയിൽ നടക്കുന്നതായിട്ടുള്ള എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. US ഒന്നും ഇങ്ങനെയല്ല, അതിനേക്കാൾ മുകളിലാണ് ഇവിടെ കേരളത്തിലുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. ആദ്യം ഒരു പോൺ സൈറ്റ് പോയാൽ എന്താ കാണുക, ഒരാണും പെണ്ണുമായിട്ടുള്ളത് കാണും. പിന്നെ 2 പെണ്ണും ഒരാണോ, അവർ അലേർട്ടായിട്ടിരിക്കും. ചോച്ച കേൾക്കുന്നുണ്ടോ, കുലുങ്ങുന്നുണ്ടോ, ഇതൊക്കെ അവർ അലേർട്ടാണ്. 2-2.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആ ചൂട് കിട്ടുന്നത് മാറ്റിക്കെടുത്ത് ഫീഡ് ചെയ്യുക, മാറ്റിക്കെടുത്തുക. കുട്ടികൾ കേൾക്കില്ല എന്നൊക്കെ വിചാരിച്ചാലും കുട്ടികൾ അലേർട്ടാണ്. കുറച്ച് ഹാഫ് നേക്കഡ് ആയിട്ടൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കാണാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവില്ലേ. പിന്നെ അതല്ലാതെ ജെനറ്റിക്സും ഉണ്ട് കേട്ടോ. നാട്ടിലാണെങ്കിൽ എന്ത് പറയും, അവന് 2 തല്ല് കിട്ടാത്തതിൻ്റെ കുഴപ്പം. പക്ഷേ ന്യൂറോളജിക്കൽ ഡിസീസ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരെ മരുന്ന് കൊടുത്ത് തന്നെ മാറ്റണം. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾ കുറച്ചുകൂടി ഞാൻ മനസ്സിലാക്കിയത് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് പോകുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഇമോഷണൽ നീഡിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പുരുഷന്മാർ കൂടുതൽ പോകുന്നത് ഒരു ഫിസിക്കൽ നീഡിന് വേണ്ടിയിട്ടാണ്. പുരുഷന്മാർക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർ 2-3 വേറെ ഉണ്ടാവും. അപ്പോൾ സ്ത്രീകൾ കുറച്ചുകൂടി ഇമോഷണലി ആണ്, പുരുഷന്മാർ കുറച്ചുകൂടി ഫിസിക്കലി ആണ് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിന് പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. പ്രീവിയസ് ഒക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. കാരണം സ്ത്രീ എക്സ്പ്രസീവ് അല്ല സെക്ഷുവലി കാര്യങ്ങളിൽ. പുരുഷൻ കുറച്ചും കൂടെ പറയും അവൻ്റെ നീഡുകൾ. പക്ഷെ നമുക്ക് ഒരു ഇപ്പോൾ ബൈപ്പോളാർ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഒക്കെ കൂടുതലും സ്ത്രീകളിൽ കാണുന്നുണ്ട്. എക്സ്ട്രീം സെക്ഷൽ ഫീലിങ്സ് ഉള്ള, എക്സ്ട്രീം മാസ്റ്റർബേഷൻ ചെയ്യുന്ന സ്ത്രീകൾ കാണാറുണ്ട്. പക്ഷെ ഇവരൊന്നും അങ്ങനെ ഒരു പ്രോബ്ലമായിട്ട്, സ്ത്രീക്ക് ഇത് കൺട്രോൾ ചെയ്യാത്തത് കൊണ്ട് ഇജാക്കുലേറ്റ് ചെയ്ത് പുറത്ത് പോകാനില്ല. പുരുഷൻ അങ്ങനെയല്ല. പുരുഷൻ ഈ കാണുന്ന കാഴ്ചയിൽ അവൻ അട്രാക്ഷൻ വരുന്നതുകൊണ്ട് അവൻ്റെ ഫീലിങ്സ് ആളുകൾ അറിയുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ അവർക്ക് ആ എക്സാജുറേറ്റ് ചെയ്ത് പോകണം അല്ലെങ്കിൽ ഇജാക്കുലേറ്റ് ചെയ്ത് പോകണം. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓഫ് ദി കേസിൽ കേൾക്കുന്നത് ഇമോഷണലി എന്നെ പരിഗണിക്കുന്നില്ല, ബെഡ്റൂമിൽ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഫിനാൻസിന് വേണ്ടിയിട്ട് പോകുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഷുഗർ ഡാഡി കൺസെപ്റ്റിലുള്ള പോകുന്ന ആളുകൾ. എൻ്റെ ആ കാര്യങ്ങളെല്ലാം ആൾ നോക്കും, എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കും. ബേസിക്കലി മണി ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും സെക്യൂർഡ് ആയിട്ടിരിക്കണം, അവരുടെ കാര്യങ്ങൾ നടക്കണം. ഇതൊന്നും ചെയ്യാത്തൊരു പുരുഷനോട് അല്ലെങ്കിൽ അവരുടെ ബേസിക് നീഡ് ചെയ്യാത്ത ഒരു ഭർത്താവിനോട് അവർക്ക് എന്ത് തോന്നാനാണ്? അല്ലെങ്കിൽ ബെഡ്റൂമിൽ അവരെ പരിഗണിക്കുന്നില്ല, മടുപ്പ് വരും, സ്വാഭാവികമായിട്ട് മാറിക്കെടുക്കുകയാണ്. ഒരാളില്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ, ഉണ്ടായിട്ടും നമുക്ക് ആ ഫീലിങ്സ്, ആ ഒരു സെക്യൂരിറ്റിയും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊന്നിലേക്ക് പോവും, ആ ഗ്യാപ്പിലേക്ക് വേറൊരാൾ കയറി വരും. പക്ഷെ ഇത് മോശമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി പോവും, 2 ഫാമിലിയും പോവും, എന്തെങ്കിലും പിടിക്കപ്പെടും. പക്ഷെ നിങ്ങൾക്ക് ഒരു ബന്ധത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോവാം. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ മോശമാണെന്നും ചിലവർ പറയാറുണ്ട്. എൻ്റെ ഒരു ബിസിനസ് ക്ലയൻറ്റ് എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, എൻജോയ് ചെയ്യാനുള്ളതല്ലേ, എൻജോയ് ചെയ്തിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊക്കെ അവരുടെ ഫാമിലി പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു ആസ് എ ഹ്യൂമൻ നമുക്കൊരു ലോയലിറ്റി ഇല്ലേ? നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. നമുക്കൊരു നമ്മൾ ജീവിക്കുന്ന ഒരു എക്കോസിസ്റ്റത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ വളർന്ന ചുറ്റുപാട്, നമ്മുടെ കൾച്ചർ. ഇപ്പം ഇന്ത്യയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൾച്ചർ ഓറിയൻറ്റഡാണ്.
അല്ലേ? വേണ്ട. നമ്മുടെ കേരളം എടുത്തു നോക്കി, നമ്മളെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള അതേ കൾച്ചറാണോ കാസർഗോഡുള്ള പോലെയാണോ മലപ്പുറം ഉള്ളത്? എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറാണ്. ഇപ്പൊ കൊച്ചി പോലെ ആണോ മലപ്പുറത്ത്? നിങ്ങൾ വന്ന് നോക്കിയേ, തൃശ്ശൂർ വന്ന് നോക്കിയേ. അപ്പൊ കൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ബ്രേക്ക് ആ കൾച്ചറിനെ അല്ലെങ്കിൽ നാട്ടുകാരെ, കുടുംബക്കാരെ, അയൽവാസികളൊക്കെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. പിന്നെ നമ്മളെല്ലാം അണ്ടർ CCTV സർവൈലൻസിൽ തന്നെയാണ്. ഇതൊന്നും കാണാതിരിക്കില്ല. പിടിക്കപ്പെടണം എന്ന് വിചാരിച്ചാൽ, ഒരു ഭാര്യ ഒരു ഭർത്താവിനെ ചേസ് ചെയ്യാൻ തീരുമാനിച്ചാൽ പിടിക്കപ്പെടാൻ വലിയ പണിയില്ല. കൂടെ കിടക്കുന്നവന് രാപ്പനി അറിയുമെന്ന് പറയുന്നില്ല, പെട്ടെന്ന് മനസ്സിലാവും. അവിടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ചെറിയ മൂമെന്റ്സ്, നമുക്ക് സ്നേഹം കൂടുതൽ മനസ്സിലാവില്ല, സ്നേഹം കുറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് പെണ്ണിന് പെട്ടെന്ന് മനസ്സിലാവും. പെണ്ണിന് അത് മണത്തറിയാനുള്ളൊരു പവറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പുരുഷന് ഒരു സ്ത്രീ ലാസ്റ്റ് സ്റ്റേജിലാണ്, അവൾ ഇറങ്ങി പോകുമ്പോഴാണ് അയ്യോ ഞങ്ങൾ നല്ലതായിരുന്നല്ലോ എന്ന് മനസ്സിലാവുക. അവിടെ ഇമോഷണൽ അൺഅവൈലബിലിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ കുറെ ബെഗ് ചെയ്തിട്ടുണ്ടാവാം, അവൾ രാത്രികളിൽ കരഞ്ഞിട്ടുണ്ടാവാം, അബ്യൂസിങ് നടന്നിട്ടുണ്ടാവാം. പക്ഷെ അവൾക്കൊരു സെക്യൂരിറ്റി ഉണ്ടാവില്ല. പക്ഷെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഒരു സ്ത്രീ ഇറങ്ങി പോകാനും ഡിവോഴ്സ് ചെയ്യാനും ഒക്കെ തീരുമാനിക്കുന്നത്. ഡിവോഴ്സസ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് ഒരു ദിവസം അൺപ്രഡിക്റ്റബിൾ ആണ്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തീരുമാനിക്കുന്നതല്ല. ഇത് കുറേ ആലോചിച്ച് അവൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയി ഒരു ധൈര്യം വരാനുണ്ട്, എന്നിട്ട് ഇറങ്ങി പോകുന്നൊരു കാര്യമാണ്. ഒരു ദിവസം അപ്പോൾ എത്ര എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സിന്റെ കേസുകൾ വരാറുണ്ട്? ഇല്ല, എനിക്ക് 5 or 6 ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നല്ല, ഞാൻ കൂടുതലും കപ്പിൾസ് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മൾ കപ്പിളിനെ എടുക്കുമ്പോൾ ഒരാളെ 2 പേരും ഇൻഡിവിജ്വലായിട്ട് ഇരുത്തി ഒറ്റയ്ക്ക്, ചിലപ്പോൾ രാവിലെ മുതൽ കേസിന് കയറിയ വൈകുന്നേരം വരെ ഇരുന്ന കേസുകളുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം നമ്മൾക്ക് ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വന്നു, അബദ്ധത്തിൽ കുടുങ്ങിപ്പോയി രക്ഷപ്പെടണം എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന അഡിക്ഷൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ, പോൺ അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു മനുഷ്യനിൽ അഡിക്റ്റ് ആവുക. നമ്മളും ഒരു തെറപ്പി സെഷനിലൊന്നും ആദ്യത്തെ 3-4 സെഷനിലൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. പിന്നെ അവരും കൂടെ തീരുമാനിക്കണം അവരാണ്. ഇപ്പോൾ അഡിക്ഷൻ വരുമ്പോൾ ആങ്സൈറ്റി ഉണ്ട്, അവരിട്ടേച്ച് പോവോ ഞാനിനി ഒറ്റക്കാവോ, അങ്ങനെ ഉണ്ടാവും. പിന്നെ കുറേ കഴിഞ്ഞൊരു കടുത്ത നിരാശ വരാൻ പോകും, മീൻസ് ഡിപ്രഷൻ വരും. അങ്ങനെ പല ബൈപ്പോളാറിലൊക്കെ നമ്മൾ കൂടുതലും കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് സൂയിസൈഡൽ ടെൻഡൻസി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ആക്ച്വലി. ഈ സെക്സ് ഭയങ്കര വ്യത്യസ്തമാക്കണം, പല രീതിയിലുള്ള സെക്സ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് റീസെൻ്റ് ആയിട്ട് ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ഈ ത്രീസം ചെയ്യുന്ന സ്വാപ്പ് ചെയ്യുന്ന കപ്പിൾസിനെയൊക്കെ പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കേസസ് വരാറുണ്ടോ? ഇഷ്ടം പോലെ വരാറുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും നമ്മൾ വിചാരിക്കുന്നത് ഇവരറിയാതെ വേറെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിലൊക്കെ പോകും, അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. പക്ഷെ എങ്ങനെയാണ് അത് നമ്മളുടെ ഒരു ഹസ്ബൻഡിൻ്റെ വൈഫിനെ വേറൊരാളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യുന്നത്, നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാണ് ഈ സ്വാപ്പിങ്ങിൻ്റെയും ഈ ത്രീസമിൻ്റെയും കേസുകളൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്നത്. നമ്മൾ ഈ ഫോണിൽ കാണുന്നുണ്ട് എന്നല്ലാതെ നമ്മളെ നാട്ടിൽ അതൊക്കെ നടക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അന്തം വിട്ട് പോവാണ്. അങ്ങനത്തെ കേസസ് വരാറുണ്ട്? ഇഷ്ടംപോലെ അങ്ങനത്തെ കമ്മ്യൂണിറ്റികളുണ്ട്. ത്രീസം, സ്വാപ്പിംഗ് വർഷത്തിലൊരിക്കൽ കൊച്ചിയിൽ നടക്കുന്നതായിട്ടുള്ള എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ കോഴിക്കോട് സ്വാപ്പിംഗ് ഒക്കെ കോഴിക്കോട് പിടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ എൻ്റെ ഒരു US ഒരു ക്ലയൻറ്റ് എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട്. ആ ആള് നാട്ടിൽ വന്നപ്പോൾ US ഒന്നും ഇങ്ങനെയല്ല, അതിനേക്കാൾ ഭയങ്കര മുകളിലാണ് ഇവിടെ കേരളത്തിലുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഒരു സെക്സിനെ, അല്ലെങ്കിൽ പണ്ടൊക്കെ നമുക്ക് പൊസസീവ്നെസ് ഒക്കെ ഇപ്പോൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ അത്രയും വിശാലമായിട്ടാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാപ്പിങ് അല്ലെങ്കിൽ കൊക്കോൾഡ് സെക്സ്, ത്രീസം ഒക്കെ കുറച്ചും കൂടെ കൂടി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പോൺ സൈറ്റുകളിൽ നിന്ന്. ആദ്യം ഒരു പോൺ സൈറ്റ് പോയാൽ എന്താ കാണുക, ഒരാണും പെണ്ണും ആയിട്ടുള്ളത് കാണും, പിന്നെ 2 പെണ്ണും ഒരാണുമോ, പിന്നെ 2 ആണും 1 പെണ്ണുമോ, പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് ഡാഡി, സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ കയറി വരും. കാരണം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കണ്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ത്രീസമായിട്ടുള്ള ആളുകൾ, ഞാൻ അത്രയും കേസുകൾ ഇഷ്ടംപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ത്രീസം കൂടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ നമ്മളെയൊക്കെ മോൾഡ് ചെയ്യുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡാണ്. ഈ ചൈൽഡ്ഹുഡിൽ നമ്മൾ പാരൻസ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, കുട്ടികളുടെ ശരീരം മാത്രമേ ഉറങ്ങുള്ളൂ, മനസ്സുറങ്ങില്ല. അവർ അലേർട്ടായിട്ടിരിക്കും. എന്താണ് ഈ മൂവ്മെൻറ്റ്സ്, ഒച്ച കേൾക്കുന്നുണ്ടോ, കുലുങ്ങുന്നുണ്ടോ, ഇതൊക്കെ അവർ അലേർട്ടാണ്. ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ മാറ്റി കിടത്തണം.
അവരെപ്പോഴും 3 എനിക്ക് തോന്നുന്നു 2-2.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആ ചൂട് കിട്ടുന്നത് മാറ്റിക്കെടുത്ത് ഫീഡ് ചെയ്യുക, മാറ്റിക്കെടുത്തുക. അങ്ങനത്തെ നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തില്ലെങ്കിൽ അവരെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പം മാറ്റിക്കെടുത്തില്ലെങ്കിൽ കുട്ടികൾക്ക് ജിജ്ഞാസ കൂടുതലാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മൾ പണ്ട് 15 വയസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന അൺറേറ്റഡ് കോമഡികളൊക്കെയാണ് ഇന്നത്തെ 5-6 വയസ്സിലുള്ള കുട്ടികൾ പറയുന്നത്. അത്രത്തോളം നോളജ് സീക്കിങ് കുഞ്ഞുങ്ങളാണ്. അപ്പം ഈ നമ്മൾ ഡ്രസ്സ് മാറുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂമിലേക്ക് കുട്ടികൾ കേൾക്കില്ല എന്നൊക്കെ വിചാരിച്ചാലും കുട്ടികൾ അലേർട്ടാണ്. പിന്നെ നമ്മൾ ഫോൺ കൊടുത്തു കഴിയുമ്പോൾ വരുന്ന പരസ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ കുട്ടികൾ ഫോൺ അഡിക്റ്റ് ആണ്, ഫോൺ ഇത് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്ന ആളുകളാണ്. പക്ഷെ വരുന്ന പരസ്യങ്ങളെ കുറിച്ചിട്ട് അവർ പോകുന്ന സൈറ്റുകൾ നമ്മൾ തന്നെ വെറുതെ കയറിക്കുമ്പോൾ എന്തെല്ലാം സൈറ്റിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ച് ഹാഫ് നേക്കഡായിട്ടൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കാണാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവില്ലേ? അങ്ങനെ ആവാം. ചൈൽഡ്ഹുഡ് അബ്യൂസ് ആവാം, അതല്ലാതെ പോൺ അഡിക്ഷൻസ് മെയിനായിട്ട്. പിന്നെ അതല്ലാതെ ജെനറ്റിക്സും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇവരുടെ പാരമ്പര്യമായിട്ട് ഇതുപോലെ ഉള്ള ന്യൂറോളജിക്കൽ ഡിസീസ് ഉള്ള ആളുകളാണെങ്കിലും ഈ പറയുന്ന പോലെ ഇപ്പോൾ വോയേറിസം, എക്സിബിഷനിസം, ഇതൊക്കെ ന്യൂറോളജിക്കൽ ഡിസീസൊക്കെ നമുക്ക് ജെനറ്റിക്സ് ആയിട്ടേ പറയാൻ പറ്റും. പക്ഷെ നാട്ടിലാണെങ്കിൽ എന്ത് പറയും, അവന് 2 തല്ല് കിട്ടാത്തതിൻ്റെ കുഴപ്പം. പക്ഷെ ന്യൂറോളജിക്കൽ ഡിസീസ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ മരുന്ന് കൊടുത്ത് തന്നെ മാറ്റണം. സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി മരുന്ന് കൊടുത്ത് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹസ്ബൻഡിന് ഇപ്പോൾ ത്രീസം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വൈഫിന് അത് താല്പര്യമില്ല. അത്തരത്തിലുള്ള കേസുകളൊക്കെ വന്നിട്ടുണ്ടോ? ഫോഴ്സ്ഫുള്ളി ത്രീസംന് ചെയ്യിപ്പിക്കുന്ന, ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ പതുക്കെ അതായത് ഇവർ പ്ലാൻഡ് ആണ്. പല കേസിലും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീസമിൽ ഇവരാദ്യം ഇവരുടെ ഈ തേർഡ് പേഴ്സണെ ഇവരാദ്യം വീട്ടിൽ കൊണ്ടുവരും. ഇവരായിട്ട് അറിയാതെ മിങ്കിള് ചെയ്യിപ്പിക്കും. പിന്നെ പതുക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കും. പിന്നെ ഇവരിത് സംസാരിക്കും. പിന്നെ ഇവർ പ്ലഷർ ചെയ്ത കാര്യങ്ങൾ പറയും. ഇതുമായി യൂസ്ഡ് ആവും. സ്ത്രീ മൾട്ടിപ്പിൾ ഓർഗാസമാണ്, പുരുഷനെ പോലെയല്ല. സ്ത്രീക്ക് കഴുത്ത്, ബ്രസ്റ്റ്, നിപ്പിള്, ലൈക്ക് ക്ലിറ്റോറസ് സ്റ്റിമുലേഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ എന്താ പറയുക പ്ലഷർ ഉള്ള ഭാഗങ്ങളാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകൾ വരുന്നത്രയും സ്ത്രീക്ക് പ്ലഷർ കൂടുതലാണ്. അതുകൊണ്ട് സ്ത്രീയെ ഇതിൽ നിന്ന് വൺസ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ മാറിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ത്രീസമിൻ്റെ കേസിൽ പറയാറുണ്ട്, ഒരു ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നിട്ട്, മംഗലാപുരത്തുള്ളൊരു ആളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യേനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എങ്ങനെയെങ്കിലും ഇത് മാറ്റിയെടുക്കണം. ഞാൻ തന്നെയാണ് അവളെ ഇതിലേക്ക് കൊണ്ടുവന്നത്, പക്ഷേ ഇപ്പം എനിക്ക് കുടുംബമായിട്ട് ജീവിക്കണം. പക്ഷെ കുടുംബമായിട്ട് ജീവിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പല ആളുകളുമായിട്ട് അവർ അധികമായി യൂസ്ഡ് ആയിട്ടുണ്ടാവും. ചിലവർക്ക് ഇത് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, കാണണം. വൈഫിനെ വേറൊരാള് ബന്ധപ്പെടുന്നത് കാണാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്. അത്രയും മെന്റൽ ഡിസീസ്, സെക്ഷൽ ഡിസീസ് ഒക്കെ കൂടുതലാണ് ആളുകൾക്ക് ഇപ്പോഴത്തെ കാലത്ത്, കൂടുതലാണ്. ആളുകൾ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൂ. ഇഷ്ടം പോലെ കേസുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല വീഡിയോസും ചെയ്യുന്നത്. നമ്മൾ കാണാത്ത ലോകങ്ങൾ, നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബാക്കിയുള്ള നമ്മൾ ആൻറ്റിമാരുടെ കേസൊക്കെ നമുക്ക് ഓക്കെ ഫൈൻ, അപ്പുറത്തെ വീട്ടിലെ അയൽവാസി. പക്ഷെ ഇതൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും അവർ തന്നെ ബേസിക്കലി വരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് നടന്നില്ല എന്നോ അല്ലെങ്കിൽ ഇത് വെറും കഥയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കേട്ടിട്ട് എന്താ പറയേണ്ടത് എന്നല്ലേ. എന്താ പറയാ, പ്രകൃതിക്ക് ഒരു നിയമമുള്ളൂ, ആണും പെണ്ണും. നമ്മൾക്കാണ് അച്ഛൻ, അമ്മ, അനിയത്തി, ചേട്ടൻ, ചേച്ചി എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത്. ഇപ്പോൾ മറ്റേ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യന് വികാരവും വിചാരവും ഉണ്ട്, മൃഗങ്ങൾക്ക് വികാരം മാത്രമുള്ളൂ. അതുകൊണ്ടാണ് അവർ പബ്ലിക്ലി ഒക്കെ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മനുഷ്യനെ എപ്പോഴും എക്സാമ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണ്? മൃഗങ്ങളെപ്പോലെ ചെയ്തു എന്ന് നമ്മൾ പല ന്യൂസിലും കേൾക്കുന്നത് ഇതുകൊണ്ടാണ്. ആളുകളുടെ മെൻ്റലി മാറുകയാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എക്സിക്യൂട്ടീവായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ ഒരു വളരെ മാന്യന്മാരാണ് അല്ലെങ്കിൽ മാന്യത്തികളാണെന്ന് വെച്ചാൽ, പക്ഷെ നമ്മളെല്ലാം ഇൻഡിവിജ്വലായിട്ട് ഒരു റൂമിൽ നിൽക്കുമ്പോൾ നമ്മളെന്താണ്? അതാണ് നമ്മൾ. ഓർഗാസത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഓർഗാസം, മെയിൽ ഓർഗാസം നമുക്കറിയാം, പക്ഷെ ഫീമെയിൽ ഓർഗാസം, സ്ത്രീകൾ ഓർഗാസത്തെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. എന്താണ് ഫീമെയിൽ ഓർഗാസം എന്നറിയാത്ത പുരുഷന്മാർ ഇപ്പോഴും നമ്മളുടെ ഇടയിലുണ്ട്. സ്വന്തമായി ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു മാറി കിടക്കുന്ന പുരുഷന്മാർ തന്നെയാണ് കൂടുതലും ഇപ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെ ഉള്ളത്. പക്ഷേ സ്ത്രീകളിപ്പോൾ ആവശ്യപ്പെടാൻ തുടങ്ങി, എനിക്ക് ഓർഗാസം വേണം, അല്ലെങ്കിൽ നിനക്ക് മാത്രം പ്ലഷർ പോരാ, എനിക്കും കൂടി പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയുന്ന സ്ത്രീകളുണ്ട്.
എന്താണ് ഓർഗാസം? പറയണ്ടേ? പറയണം. ഒരു സ്ത്രീക്ക് ഓർഗാസം ഇല്ല, അല്ലെങ്കിൽ എനിക്ക് വന്നിട്ടില്ല, വാട്ട് എവർ, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ, പുരുഷന് മാത്രമല്ല ഒരു സ്ത്രീക്കും ഓർഗാസം വന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ 100 സ്ത്രീകളെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 100 ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് കഴുത്തിലാണ് ഏറ്റവും കൂടുതൽ പ്ലഷർ വരിക, ചിലർക്ക് ബ്രസ്റ്റ് നിപ്പിളിലായിരിക്കും, എന്നാൽ ചിലർക്ക് ക്ലിറ്റോറിസ് സ്റ്റിമുലേഷൻ തന്നെ വേണ്ടി, ചിലപ്പോൾ ഓറൽ സെക്സ് വേണ്ടിയിരിക്കും, ചിലപ്പോൾ കാലിൻ്റെ വിരലുകൾ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പം എൻ്റെ പാർട്ട്ണറോട് ഞാനാണ് പറയേണ്ടത് എനിക്ക് ഇന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് താല്പര്യം എന്ന് ഞാൻ പറയുന്നിടത്താണ് അവിടെ ഒരു സെക്ഷൽ ഫ്രീഡം ഉണ്ടാവുന്നത്. ഓക്കെ. ഇപ്പോൾ ഓർഗാസത്തെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ എൻ്റെ അടുത്തൊരു 20 വർഷമായിട്ട് 4 കുഞ്ഞുങ്ങളുണ്ട്. എനിക്കൊന്നും ഒരുവിധം സ്ത്രീകളൊന്നും ഓർഗാസം എന്താന്ന് പോലും അറിയില്ല. ഇപ്പോഴും ഓർഗാസം അനുഭവിക്കാത്ത സ്ത്രീകൾ പഴയ ഒരു 80-90 ഒരുവിധം ആളുകൾക്ക്, ഒരുവിധം സ്ത്രീകൾക്ക് ഇപ്പോഴും ഓർഗാസം എന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. ഇപ്പം ഇന്നത്തെ കുട്ടികൾ പറയുന്നുണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓർഗാസം എന്ന് പറഞ്ഞാൽ ഓർഗാസം വേണം ഒരു സ്ത്രീക്ക്. ഓർഗാസം ഇല്ലാത്തൊരു സ്ത്രീ എന്ന് പറയുന്നത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ഒരു സെക്സ് കഴിഞ്ഞ് നമ്മളെ യൂസ് ചെയ്ത് പോയി എന്നുള്ളൊരു തോട്ടല്ലേ ഒരു സ്ത്രീക്ക് വരുന്നത്. അപ്പോൾ ഓർഗാസം വന്ന് അവിടെ ഒരുപാട് സ്ട്രെസ് റിലീസ്. എന്തുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് PCOD, PCOS അല്ലെങ്കിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നു, തടി കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിലീസ് ചെയ്ത് പോകുന്നില്ല. സെക്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു സെക്സ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡി ആകെ ടയേർഡാവുന്നു, നമ്മൾ ആകെ ക്ഷീണിക്കുന്നു, വിയർക്കുന്നു, എന്തെല്ലാം പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പുരുഷന് അവരുടെ കാര്യം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും സ്ത്രീക്ക് ഓൺ ആവുന്നുള്ളൂ. സ്ത്രീക്ക് മൂഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു എന്ത് പറയണം, എക്സ്പ്ലോർ ചെയ്യണ്ടേ, ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ ബോഡി എക്സ്പ്ലോർ ചെയ്യണ്ടേ. പക്ഷെ അതിനുള്ളൊരു സ്പേസ് കൊടുക്കുന്നില്ല എന്നാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു പ്ലഷർ എ വിമൻ എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ത്രീയോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരു സ്ത്രീയെ റെസ്പെക്റ്റോടു കൂടി പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്താണ് എന്ന് നമ്മൾ ആരും പറഞ്ഞു കൊടുക്കണില്ല. നമ്മൾ ഇന്നും പഠിക്കുന്നത് എന്താണ്, എന്തിനാ പഠിച്ചതെന്ന് ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതല്ലേ. പക്ഷെ ബേസിക് ആയിട്ടുള്ള ബേസിക് മര്യാദകൾ നമ്മൾ ഒരു മനുഷ്യനോട് കാണിക്കേണ്ട മര്യാദകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്കൊന്ന് സൈക്കോളജിക്ക് കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യണം ഒരു മനുഷ്യനെ. മൂഡ് സ്വിങ്സിനെ കുറിച്ചിട്ട് അല്ലെ, ഒരു സ്ത്രീയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പീരീഡ്സിൽ ഒരു സ്ത്രീയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ അറിയാത്ത ആളുകളുണ്ട്. അപ്പം ഞാൻ എൻ്റെ മകനോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് നമ്മുടെ ഒരു ഗ്രോയിങ് ഏജിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു പിയർ ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തേ പറ്റൂ. അങ്ങനെ മനസ്സിലാക്കുന്നവനാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, മോനെ എനിക്ക് പീരിയഡ്സ് ആണ് കേട്ടോ, ഈ ടൈമിൽ തന്നെ നീ ടേക്ക് കെയർ ചെയ്യണം. നാളെ നിനക്ക് ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതേ രീതിയിൽ ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ. ഇന്നും പീരിയഡ്സിനെ കുറിച്ചിട്ട് സംസാരിക്കാത്ത ആളുകളുണ്ട്. അയ്യോ അത് സംസാരിക്കരുത് കേട്ടോ, അയ്യോ ആൺകുട്ടികളോട് ഇത് പറയാൻ പാടില്ല കേട്ടോ എന്ന് പറയുന്ന ആളുകളാണ്. അതൊക്കെ ഒരു വലിയൊരു മോശമായിട്ട്, വളരെ ഓപ്പൺ ആയിട്ട് തന്നെ നമ്മൾ കുട്ടികളോട് സംസാരിക്കണം. അല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ടീനേജിലൊക്കെ നമ്മൾ അവരുടെ സെക്സ് ഓർഗനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ബോഡി ഹെയറിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യാൻ തുടങ്ങുന്ന സമയങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും അവരെ ഏത് ഗ്രൂപ്പിലാണ് എന്നുള്ളത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ ബേസിക് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഇതിനോടൊക്കെ നമുക്ക് ക്യൂരിയോസിറ്റി തോന്നുന്നത്. ഭയങ്കര ക്യൂരിയോസിറ്റി. ഒരു സ്ത്രീയെ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നതും ഒക്കെ ഫീൽ ചെയ്യുന്നത്. മാരിറ്റൽ റേപ്പ് ഒക്കെ എത്രയോ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മാരേജ് ഒരു കൺസെന്റോട് കൂടി ചെയ്യാന്നുള്ളതല്ല, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒരു ലൈസൻസ് ആണെന്ന് വിചാരിച്ചിട്ട് സ്വന്തം പ്രോപ്പർട്ടി ആണെന്ന് വിചാരിച്ച് വന്ന് കിടക്കൂ. ഇങ്ങനെ വിചാരിച്ച് ട്രീറ്റ് ചെയ്യുന്ന എത്രയോ പുരുഷൻ വളരെ നമ്മൾ ഈ കപ്പിൾ സെഷനിലൊക്കെ അവര് സ്വയം, പിന്നെ ഞാൻ കിട്ടിക്കൊണ്ടുവന്ന് എന്തിനാണ്, ഞാൻ ചെലവിനിരുന്ന എന്തിനാണ്, എൻ്റെ കൂടെ കിടക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഇമോഷണൽ ആയിട്ടുള്ള അബ്യൂസിങ് അവിടെ നടക്കുന്നുണ്ട്. ഫിസിക്കൽ അബ്യൂസ് അല്ലേ ഇപ്പോഴും പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഈ ഫിസിക്കലി ഉള്ളതാണ് തെളിവുകളായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്ത്രീ രാവിലെ എഴുന്നേറ്റ് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നത് എന്താ, ജോലിയില്ല, പക്ഷെ ഇതെല്ലാം ചെയ്യുന്നില്ലേ, വീട്ടിലെ കാര്യങ്ങൾ, ഒരു വീട് വൃത്തിയാക്കുക, ഫുഡ് ഉണ്ടാക്കുക. പക്ഷെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നമ്മൾ അവരോട് പറയാറുണ്ടോ? അവരോട് അറ്റ്ലീസ്റ്റ് നല്ല ഫുഡാണ്,
അല്ലെങ്കിൽ നീ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീട് നന്നായി അങ്ങനെ അപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പുരുഷന് വളരെ മടിയാണ്. ഞാൻ എപ്പോഴും വരിക്കും വളരെ പൈസ ചെലവില്ലാത്ത ഏറ്റവും ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതുപോലും പുരുഷൻ പറയുന്നില്ല എന്നുള്ളതാണ്. അതുപോലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് വേണ്ടത് അപ്രിസിയേഷൻ ആണെന്ന് തോന്നിയിട്ട്, അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്രിസിയേഷനാണ്. അപ്രിസിയേഷൻ നമ്മളെ ഭയങ്കരമായിട്ട് വളരാൻ സഹായിക്കും. അപ്പം ആ വളരാൻ സഹായിക്കുന്ന കാര്യങ്ങൾ പോലും നീ ഇങ്ങനെയാണ്, നീ ഇങ്ങനെ ജീവിക്കേണ്ട ഒരാളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് സൊസൈറ്റിയിൽ കൂടി. പിന്നെ കുറേ സ്ത്രീകൾ അത് അഡ്മിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, നമ്മൾ സ്ത്രീകളല്ലേ. പിന്നെ ചില സ്ത്രീകളൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാവും. കാരണം അവർക്ക് അബ്യൂസ് എന്താണെന്ന് പോലും മനസ്സിലാവാറില്ല. പിന്നെ എൻ്റെ ഭർത്താവാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്, എൻ്റെ ഭർത്താവ് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ. ആക്ച്വലി ഭർത്താവ് ഇല്ലെങ്കിലും ഒരു സ്ത്രീയുടെ കരേജ് അവരാണ് തീരുമാനിക്കുന്നത് അല്ലേ. ഒരു സ്ത്രീ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവലിലും എത്താൻ സാധിക്കും. അങ്ങനെ ഈ നാടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ഒരു സ്ത്രീ തീരുമാനിക്കുന്നിടത്താണ് ഭർത്താവ്. നമ്മുടെ സ്പേസും നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്.